ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഇന്ത്യൻ സ്പോർട്സ് അറീന. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL 2025 ഓപ്ഷൻ അൺസോൾഡ് ആയ വലിയ പേരുകൾ ആരൊക്കെയെന്ന് നോക്കാം. നമ്പർ 1, ഡേവിഡ് വാർണർ. 2024 IPL സീസണിൽ ഡൽഹിക്കായി വളരെ മോശം പ്രകടനമാണ് വാർണർ നടത്തിയത്. ഒരു 166 റൺസാണ് അദ്ദേഹത്തിന് ടൂർണമെന്റിൽ നേടാൻ കഴിഞ്ഞത്. 148 എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റ് അദ്ദേഹം സൂക്ഷിച്ചു. CSKക്കെതിരായ അതിവേഗ സെഞ്ചുറി സമയത്ത് 2020 ക്രിക്കറ്റിൽ 110 തവണ 50 റൺസിന് മുകളിൽ ക്രിസ് ഗെയിലിന്റെ റെക്കോർഡ് നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടമാണ് ക്രിക്കറ്റ് ലോകം കാണുന്നത്. എന്നിരുന്നാലും ടൂർണമെന്റിലുടനീളം ഡൽഹി ക്യാപിറ്റൽസിനായി കാര്യമായ പുരോഗതി കൈവരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഒരു മികച്ച താരമായിരുന്ന വാർണർ 2025 IPL സീസണിൽ അൺസോൾഡ് ആയി പോയത്. നമ്പർ 2, സ്റ്റീവ് സ്മിത്ത്. അവസാന IPL സീസണിലെ പോലെ തന്നെ സ്റ്റീവ് സ്മിത്ത് 2025 IPL സീസണിലും വിൽക്കപ്പെടാതെ പോയി. എന്നിരുന്നാലും സ്മിത്ത് അമേരിക്കൻ മേജർ ലീഗ് ക്രിക്കറ്റിൽ മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു. ഫൈനലിൽ 52 പന്തിൽ 88 റൺസെടുത്ത് തന്റെ ടീമായ വാഷിംഗ്ടൺ ഫ്രീഡത്തിന് കപ്പ് നേടിക്കൊടുത്തിരുന്നു. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് അവസരം കുറവായിരുന്നെങ്കിലും ടെസ്റ്റ് ടീമിൽ അദ്ദേഹം മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചിരുന്നു. അതിവേഗ ക്രിക്കറ്റ് മാമാങ്കമായ IPL ഇത് പോരായിരുന്നു. അതുകൊണ്ട് തന്നെ താരം അൺസോൾഡ് ആയിപ്പോയി. നമ്പർ 3, കെയ്ൻ വില്യംസ്. പരിക്കുകൾ വേട്ടയാടിയിരുന്നെങ്കിലും 2024 കെയ്ൻ വില്യംസിന് ഒരു മികച്ച വർഷമായിരുന്നു. 32 ടെസ്റ്റ് സെഞ്ചുറികളെന്ന നാഴികക്കല്ല് താണ്ടാൻ അദ്ദേഹത്തിന് 2024 സാധിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഒരു സ്ഥിരതയുള്ള മികച്ചൊരു ക്രിക്കറ്റ് ബാറ്ററായാണ് ക്രിക്കറ്റ് ലോകം അദ്ദേഹത്തെ കണ്ടിരുന്നത്. എന്നിരുന്നാലും 2020 ക്രിക്കറ്റിൽ വേണ്ടത്ര ശോഭിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തെ IPL ഓപ്ഷനിൽ നിന്നും അൺസോൾഡ് ആയി പ്രഖ്യാപിക്കപ്പെട്ടു. നമ്പർ 4, പൃഥ്വി ഷാ. 2024 IPL സീസണിൽ തിരക്കേടില്ലാത്ത പ്രകടനമാണ് പൃഥ്വി ഷാ നടത്തിയത്. CSKക്കെതിരായ 23 പന്തിൽ 43 റൺസും ലക്നൗ സൂപ്പർ ജയന്റിനെതിരെ വിജയം കൊണ്ട 22 പന്തിൽ 32 റൺസും അദ്ദേഹം നേടിയിരുന്നു. 235 എന്ന ഉയർന്ന സ്കോർ മുംബൈ ഇന്ത്യൻസിനെതിരെ പിന്തുടരുമ്പോൾ 40 പന്തിൽ 66 റൺസ് നേടിയിരുന്നു. ഈ മികച്ച പ്രകടനം തന്റെ ടീമിനെ വിജയത്തിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. ആക്രമണ ക്രിക്കറ്റർ എന്നതിലുപരി ഒരു ആങ്കറിംഗ് ക്രിക്കറ്റർ അഥവാ നങ്കൂരമിട്ട് കളിക്കുന്നയാൾ എന്നൊരു ലേബൽ ഉള്ളതുകൊണ്ടാവാം അദ്ദേഹം IPL ഓപ്ഷനിൽ നിന്നും അൺസോൾഡായി പ്രഖ്യാപിക്കപ്പെട്ടത്. നമ്പർ 5, ഷർദുൽ താക്കൂർ. IPL 2024 സീസൺ ഷർദുൽ താക്കൂറിന് ഒരു മികച്ച സീസണായിരുന്നില്ല. CSKക്കായി അദ്ദേഹം വെറും 4 മത്സരങ്ങളിൽ കളിക്കാനുള്ള അവസരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. വെറും 14 ഓവർ മാത്രമാണ് അദ്ദേഹത്തിന് ബൗൾ ചെയ്യാൻ സാധിച്ചത്. കഴിവുള്ള ഒരു ഓൾറൗണ്ടർ എന്ന ഖ്യാതി ഉണ്ടായിട്ടും 2025 IPL ലേലത്തിൽ അദ്ദേഹം വിൽക്കപ്പെടാതെ പോയതിന്റെ കാരണവും ഇതുതന്നെയാവാം. നമ്പർ 6, ഷാക്കിബുൽ ഹസൻ. ഷാക്കിബുൽ ഹസൻ 2024 ഒരു സമ്മിശ്ര വർഷമായിരുന്നു. ഒരു മത്സരം മാത്രം വിജയിച്ച ODI ലോകകപ്പിൽ ഒരു 50 മാത്രമേ അദ്ദേഹത്തിന് നേടാനായുള്ളൂ. ടെസ്റ്റിലും 2020യിലും അദ്ദേഹത്തിന്റെ പ്രകടനം ഗണ്യമായി തന്നെ കുറഞ്ഞിരുന്നു. 2024 അദ്ദേഹം ടെസ്റ്റിൽ നിന്നും വിരമിക്കുകയും ചെയ്തിരുന്നു. ആയതിനാൽ 2025 IPL ഓപ്ഷനിൽ അദ്ദേഹം വിൽക്കപ്പെടാത്ത ഒരു ഓൾറൗണ്ടറായി മാറി. നമ്പർ 7, അജിങ്ക്യ രഹാനെ. CSKക്കായി 2024 കളിക്കുമ്പോൾ മോശമല്ലാത്ത സീസണായിരുന്നു അജിങ്ക്യ രഹാനെക്ക്. 5 മത്സരങ്ങളിൽ നിന്നും 119 റൺസ് നേടിയ അദ്ദേഹം ധോണിയുടെ നേതൃത്വത്തിൽ നിർവചിക്കപ്പെട്ട റോൾ കളിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ പ്രകടനങ്ങളൊന്നും മതിയായിരുന്നില്ല IPL ഫ്രാഞ്ചൈസികൾക്ക് ബോധ്യപ്പെടാൻ. ഇതുകൊണ്ടുതന്നെയാവാം IPL 2025 സീസണിൽ താരം അൺസോൾഡായി പ്രഖ്യാപിക്കപ്പെട്ടത്. നമ്പർ 8, മനീഷ് പാണ്ഡെ. IPLൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന റെക്കോർഡിനുടമയായ മനീഷ് പാണ്ഡെ IPL 2024 സ്ഥിരതയുള്ള പ്രകടനം നടത്താൻ പാടുപെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ ചില പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ കഴിവുകളുടെ മിന്നലാട്ടങ്ങൾ കാണിച്ചു. KKRനായി കളിച്ച അദ്ദേഹം മുംബൈ ഇന്ത്യൻസിനെതിരെ ഒരു മത്സരത്തിൽ നിന്നും 31 പന്തിൽ നിന്നും 42 റൺസ് നേടിയതാണ് അദ്ദേഹത്തിന്റെ ഉയർന്ന സ്കോർ. പരിമിതമായ അവസരങ്ങൾ ലഭിച്ച അദ്ദേഹം തുടർച്ചയായ മികച്ച സ്കോറുകൾ കണ്ടെത്തുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ഇതുകൊണ്ടുതന്നെയാവാം 2024 IPL ഓപ്ഷനിൽ നിന്നും അദ്ദേഹം അൺസോൾഡ് ആയിപ്പോയത്. നമ്പർ 9, ദേവ്ദത്ത് പടിക്കൽ. 2024 അവസരം ലഭിക്കാതിരുന്ന ആദ്യ മലയാളി ദേവ്ദത്ത് പടിക്കൽ 2023 രാജസ്ഥാൻ റോയൽസിനു വേണ്ടി മിന്നും പ്രകടനമാണ് പുറത്തെടുത്തിരുന്നത്. 29 റൺസ് ആവറേജിൽ 261 റൺസ് നേടിയ ആ സീസണിൽ 142 റൺസ് എന്ന ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് അദ്ദേഹം കാത്തുസൂക്ഷിച്ചിരുന്നു. പിന്നീടങ്ങോട്ട് വേണ്ടത്ര മികച്ച പ്രകടനം പുറത്തെടുക്കാൻ പടിക്കലിന് പറ്റാത്തതുകൊണ്ടാവാം 2025 സീസണിൽ അദ്ദേഹം അൺസോൾഡ് ആയിപ്പോയത്. നമ്പർ 10, മുസ്തഫിസുർ റഹ്മാൻ.
2024 IPL സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പ്രതിനിധീകരിച്ച് ശ്രദ്ധേയമായ നേട്ടം കൊയ്യാൻ മുസ്തഫിസുർ റഹ്മാന് സാധിച്ചിരുന്നു. ആർസിബിക്കെതിരായ ഉദ്ഘാടന മത്സരത്തിൽ 29 റൺസിന് 4 വിക്കറ്റ് വീഴ്ത്തിയ അദ്ദേഹം തന്റെ മികച്ച IPL പ്രകടനം പുറത്തെടുത്തിരുന്നു. ഫാഫ് ഡു പ്ലസി, വിരാട് കോഹ്ലി, കാമറൂൺ ഗ്രീൻ എന്നീ പ്രധാന കളിക്കാരെ പുറത്താക്കിയായിരുന്നു ആ മികച്ച പ്രകടനം. സമീപകാല ട്വന്റി പ്രകടനത്തിൽ വേണ്ടത്ര വിശ്വാസമില്ലാത്തതുകൊണ്ടാവാം IPL ഫ്രാഞ്ചൈസികൾ മുസ്തഫിസുർ റഹ്മാനെ വാങ്ങാതെ പോയത്. ഇവർക്കു പുറമെ അൺസോൾഡായ വലിയ പേരുകളാണ് ഉമേഷ് യാദവ്, വൃദ്ധിമാൻ സാഹ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.